കുഞ്ഞു വൈഭവിക്ക് പ്രവാസ മണ്ണിൽ നിത്യശാന്തി. ദുരൂഹ സാഹചര്യത്തിൽ അമ്മ വിഭജികയോടൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വൈഭവിയുടെ സംസ്കാര ചടങ്ങുകൾ ദുബായിൽ നടന്നു. ദുബായ് ജബലലി ന്യൂ സോനാപൂരിലെ പൊതുശ്മശാനത്തിൽ UAE സമയം ഇന്ന് വൈകുന്നേരം 4:30 സംസ്കാര ചടങ്ങുകൾ നടന്നത്. വിഭജികയുടെ ഭർത്താവ് നിതീഷ്, മാതാവ് ശൈലജ, സഹോദരൻ വിനോദ് മോഹൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം വിഭജികയുടെ മൃതദേഹം ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല. മൃതദേഹം ഏറ്റുവാങ്ങാനായി നാട്ടിൽ നിന്ന് വിഭജികയുടെ മാതാവ് ശൈലജയും കാനഡയിൽ നിന്ന് സഹോദരൻ വിനോദും ഷാർജയിലെത്തിയിരുന്നു. വൈഭവിയുടെ മൃതദേഹവും നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു വിഭജികയുടെ കുടുംബത്തിന്റെ ആഗ്രഹം. എന്നാൽ തനിക്ക് യാത്രാവിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാനാവില്ലെന്നും അതുകൊണ്ട് UAEയിൽ തന്നെ സംസ്കരിക്കണമെന്നും പിതാവ് നിതീഷ് ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാർജ കോടതി ഉത്തരവ് പ്രകാരം വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന് വിട്ടുനൽകുകയും തുടർന്ന് ഷാർജ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ ഒരുങ്ങുകയും ചെയ്തിരുന്നു. വൈഭവിയെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭജികയുടെയും ഭർത്താവ് നിതീഷിന്റെയും ബന്ധുക്കൾ ചർച്ച നടത്തിയിരുന്നു. ഇതിലും തീരുമാനം നിതീഷിന് അനുകൂലമായി മാറി. കുഞ്ഞിന്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കാനാണ് വിട്ടുവീഴ്ച ചെയ്തതെന്നും ഇനിയും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്നും വിഭജികയുടെ കുടുംബം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജനം, ദുബായ്.